First question. Who was Little Keogh and how did he help the children at play? ലിറ്റിൽ കിയോക് ആരായിരുന്നു? എങ്ങനെയാണ് അവൻ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളെ സഹായിച്ചത്? ലിറ്റിൽ കിയോക് വാസ് എ cripple. When the children played in the field, Little Keogh used to keep watch, standing guard. Eveline's father used to come with his blackthorn stick to punish the children. When Keogh saw him, he used to call out so that the children could run away. ലിറ്റിൽ കിയോഗ് ഒരു മുടന്തനായിരുന്നു. കുട്ടികൾ കളിക്കുമ്പോൾ അവൻ കാവൽ നിൽക്കുമായിരുന്നു. ഈവ്ലിന്റെ പിതാവ് തന്റെ കുട്ടികളെ ശിക്ഷിക്കാൻ വടിയുമായി വരുമ്പോൾ കിയോഗ് ഒച്ചവെച്ച് കുട്ടികളെ വിവരമറിയിക്കുമായിരുന്നു. അപ്പോൾ അവർ ഓടി രക്ഷപ്പെടും. Second question. Why did Eveline think that she would never again see the familiar objects in her room? തന്റെ മുറിയിലുള്ള പരിചയമുള്ള സാധനങ്ങളെ കാണാൻ പറ്റില്ലല്ലോ എന്ന് ഈവ്ലിൻ ചിന്തിച്ചത് എന്തുകൊണ്ടായിരുന്നു? Eveline thought that she would never again see the familiar objects in her room because she was planning to go away from home with her lover Frank to Buenos Aires. She didn't think that she would come back home once she leaves it. തന്റെ കാമുകനായ ഫ്രാങ്കിന്റെ കൂടെ ബ്യൂണോസ് അയേഴ്സിലേക്ക് പോകാൻ അവൾ തീരുമാനിച്ചു. വീട്ടിലേക്ക് തിരിച്ചു വരുമെന്ന് അവൾ പ്രതീക്ഷിച്ചില്ല. Next question. Who was Miss Gavan and why would she be glad? മിസ് ഗവാൻ ആരായിരുന്നു? എന്തുകൊണ്ടാണ് അവൾക്ക് സന്തോഷമായത്? മിസ് ഗവാൻ വാസ് ദി വുമൺ വിത്ത് whom she worked in the stores. Gavan had always thought herself to be as superior to Eveline, so she would be glad if Eveline left the store. മിസ് ഗവാൻ ഈവ്ലിന്റെ കൂടെ ഷോപ്പിൽ ഉള്ള ആളാണ്. ഈവ്ലിനേക്കാൾ മേന്മ തനിക്കാണ് എന്നായിരുന്നു ഗവാന്റെ വിചാരം. ഈവ്ലിൻ ഷോപ്പ് വിട്ടു പോയാൽ അവൾക്ക് സന്തോഷമായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഗേവ് ഈവ്ലിൻ ദി പാൽപിറ്റേഷൻസ്? എന്തുകൊണ്ടാണ് ഈവ്ലിന്റെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചത്? ഈവ്ലിൻ വാസ് ഓവർ 19, but even then she felt herself in danger of her father's violence. His father used to drink, which made him behave violently at times. It was this thought that gave Eveline the palpitations. 19 വയസ്സിൽ കൂടുതൽ പ്രായമുണ്ടെങ്കിലും തന്റെ അച്ഛന്റെ ക്രൂരതയ്ക്ക് ഇരയാകുമെന്ന പേടി അവൾക്കുണ്ടായിരുന്നു. കുടിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ അയാൾ അക്രമാസക്തനാകുമായിരുന്നു. ഈ ചിന്തയാണ് അവളുടെ ഹൃദയമിടിപ്പ് കൂട്ടിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ഡിഡ് ഈവ്ലിൻസ് ഫാദർ ട്രീറ്റ് ഹർ? ഈവ്ലിന്റെ പിതാവ് അവളോട് എങ്ങനെയാണ് പെരുമാറിയത്? When they were grown up, her father wasn't beating her up as she didn't her brothers Harry and Ernest. The consideration was because she was a girl, but lately he had begun to threaten her, saying that he would punish her as he punished her mother. കുട്ടികൾ വളർന്നുകൊണ്ടിരുന്നപ്പോൾ അയാൾ അവളുടെ സഹോദരന്മാരെ തല്ലുമായിരുന്നു. ഒരു പെൺകുട്ടിയായതുകൊണ്ട് അവളെ തല്ലാറില്ല, പക്ഷെ ഈയിടെയായി അവളെ അവളുടെ അമ്മയെ ശിക്ഷിച്ച പോലെ ശിക്ഷിക്കും എന്ന് അയാൾ ഭീഷണിപ്പെടുത്താറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈ ഡിഡ് ഈവ്ലിൻ തിങ്ക് ദാറ്റ് ഷീ ഹാഡ് നോബഡി ടു പ്രൊട്ടക്ട് ഹെർ? തന്നെ രക്ഷിക്കാൻ ആരുമില്ല എന്ന് ഈവ്ലിന് തോന്നാൻ കാരണമെന്ത്? Eveline thought that she had nobody to protect her because her mother and her brothers Ernest are dead. Her other brother Harry, who is in the church decorating business, is nearly always away from home. അവളുടെ അമ്മയും ഒരു സഹോദരൻ ഏണസ്റ്റും മരിച്ചുപോയിരുന്നു. മറ്റൊരു സഹോദരൻ ഹാരി എപ്പോഴും ജോലി പ്രമാണിച്ച് വീട്ടിൽ നിന്നും അകലെയാണ്. അതുകൊണ്ടാണ് അവളെ രക്ഷിക്കാൻ ആരുമില്ല എന്ന് അവൾ ചിന്തിച്ചത്. Next question. What do you think Eveline's mother meant by her repeating Deron Seron? അസുഖമായി കിടന്നപ്പോൾ ഈവ്ലിന്റെ അമ്മ ദെറവോൺ സെറോൺ എന്ന് പല പ്രാവശ്യം പറഞ്ഞു. ഇതിന് അർത്ഥം എന്താണ് എന്നാണ് നിങ്ങൾ കരുതുന്നത്? Actually, it is some kind of gibberish or meaningless speech, but in spoken Irish language, it meant the end of pleasure is pain. Eveline's mother suffered a lot at the hands of her cruel husband. ശരിക്കും പറഞ്ഞാൽ വലിയ അർത്ഥമില്ലാത്ത ഒരു പ്രയോഗമാണിത്. ഐറിഷ് ഭാഷയിൽ അതിൻ്റെ ഏതാണ്ടർത്ഥം സന്തോഷത്തിന്റെ അവസാനം സങ്കടമാണ് എന്നാണ്. ഈവ്ലിന്റെ അമ്മ തന്റെ ഭർത്താവിന്റെ കയ്യിൽ നിന്നും ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
Why was Evelyn burdened with hard work? എന്തുകൊണ്ടാണ് ഈവ്ലിന് ഭാരമേറിയ ജോലികൾ ചെയ്യേണ്ടി വന്നത്? Evelyn was burdened with hard work because she had to find money for the upkeep of her home. Her father was a drunkard and often he refused to give sufficient money for spending in the house. Apart from doing all the chores at home, she had to work in the store and also as a nanny for 2 children. വീട്ടുചെലവിന് പണം കണ്ടെത്താൻ അവൾക്ക് പുറം ജോലികൾ ചെയ്യേണ്ടി വന്നു. കുടിയനായ അവളുടെ പിതാവ് വീട്ടാവശ്യങ്ങൾക്ക് പണം കൊടുക്കില്ലായിരുന്നു. അതുകൊണ്ട് സ്വന്തം വീട്ടിലെ ജോലികൾക്ക് പുറമെ അവൾക്ക് ഒരു കടയിലും 2 കുട്ടികളുടെ നാനിയായും ജോലി നോക്കേണ്ടി വന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈ വാസ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ഗെറ്റ് മണി ഫ്രം ഈവ്ലിൻസ് ഫാദർ? ഈവ്ലിൻ്റെ പിതാവിൻ്റെ കയ്യിൽ നിന്നും പണം കിട്ടാൻ പ്രയാസമായിരുന്നത് എന്തുകൊണ്ട്? Evelyn's father said that Evelyn squandered the money. He said that she had no head and he was not going to give her his hard-earned money to throw about in the streets. അയാൾ പറയുമായിരുന്നു ഈവ്ലിൻ പണം ധൂർത്തടിക്കുമെന്ന്. അവൾക്ക് ബുദ്ധിയില്ലെന്നും താൻ പരിശ്രമിച്ച് ഉണ്ടാക്കുന്ന പണം വെറുതെ വഴിയിൽ എറിഞ്ഞു കളയാൻ സമ്മതിക്കില്ല എന്നും ആയിരുന്നു അയാളുടെ ന്യായവാദം. 10th question. What does Evelyn's father mean when he tells her, I know these sailor chaps? ഇത്തരം നാവികരെ എനിക്ക് നന്നായി അറിയാം എന്തർത്ഥത്തിലാണ് ഈവ്ലിൻ്റെ പിതാവ് അവളോട് ഇങ്ങനെ പറഞ്ഞത്? Evelyn's father had found out that the affair between her and Frank. Frank was a sailor. Evelyn's father forbade her to have anything to do with Frank by saying, I know these sailor chaps. He means that these sailors are not good people and they can't be believed. The sailors may develop some interest in girls they meet on the shore, but soon they will forget them. ഫ്രാങ്കുമായുള്ള ഈവ്ലിൻ്റെ ചെങ്ങാത്തം അയാൾ കണ്ടുപിടിച്ചിരുന്നു. ഫ്രാങ്ക് ഒരു നാവികനായിരുന്നു. അവളെ ഫ്രാങ്കിനെ കാണുന്നതിൽ നിന്നും അവളുടെ പിതാവ് വിലക്കി. അങ്ങനെ വിലക്കാൻ അയാൾ പറഞ്ഞ വാചകമാണിത്. അതിനർത്ഥം നാവികർ നല്ലവരല്ലെന്നും അവർ വിശ്വാസയോഗ്യരല്ലെന്നുമാണ്. കപ്പൽ തുറമുഖത്തടുക്കുമ്പോൾ നാവികർ ചില സ്ത്രീകളുമായി ചെങ്ങാത്തം പിടിക്കും. അവർ സ്ഥലം വിട്ടു പോകുമ്പോൾ ആ ചെങ്ങാത്തങ്ങളും അവർ മറന്നുപോകും. ഇൻ വാട്ട് വേ ഈസ് ഈവ്ലിൻ ലൈക്ക് എ ഹെൽപ്ലെസ് ആനിമൽ? ഈവ്ലിൻ എങ്ങനെയാണ് നിസ്സഹായയായ ഒരു മൃഗത്തെ പോലെ ആകുന്നത്? ഈവ്ലിൻ വാണ്ടഡ് ടു ഗോ വിത്ത് ഫ്രാങ്ക് ടു ബ്യൂണോസ് അയേഴ്സ്. Their passage had been booked. She reached the port in the time and he was holding her hand and leading her to the boat that would take them to Buenos Aires. Suddenly she didn't want to go with him as she thought about her home and her old father. Frank was telling her come, her heart was telling her to return home. She then felt like a helpless animal. ഫ്രാങ്കിൻ്റെ കൂടെ ബ്യൂണോസ് അയേഴ്സിലേക്ക് പോകണമെന്നാണ് അവളുടെ ആഗ്രഹം. കപ്പലിൽ യാത്രക്കുള്ള ടിക്കറ്റും ബുക്ക് ചെയ്തു. അവൾ തുറമുഖത്ത് എത്തി. അവളുടെ കൈ പിടിച്ചുകൊണ്ട് ഫ്രാങ്ക് അവളെ കപ്പലിലേക്ക് ആനയിക്കുകയായിരുന്നു. പെട്ടെന്ന് അവളുടെ മനസ്സ് മാറി. വീട്ടിലെ തൻ്റെ വയസ്സായ പിതാവിനെ അവൾ ഓർത്തു. ഫ്രാങ്ക് അവളെ കപ്പലിൽ കയറ്റാൻ ശ്രമിക്കുന്നു. അവളുടെ മനസ്സ് പറയുന്നു വീട്ടിലേക്ക് തിരികെ പോകാൻ. അപ്പോഴാണ് അവൾക്ക് നിസ്സഹായാവസ്ഥ തോന്നിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈ ഈവ്ലിൻ ഹാഡ് ടു മീറ്റ് ഫ്രാങ്ക് ഇൻ സീക്രട്ട്? ഈവ്ലിന് എന്തുകൊണ്ടാണ് ഫ്രാങ്കിനെ രഹസ്യമായി കാണേണ്ടി വന്നത്? ഈവ്ലിൻ ഹാഡ് ടു മീറ്റ് ഫ്രാങ്ക് ഇൻ സീക്രട്ട് ബിക്കോസ് ഹെർ ഫാദർ വാസ് അഗെയിൻസ്റ്റ് ദി അഫെയർ ബിറ്റ്വീൻ ഹെർ ആൻഡ് ഫ്രാങ്ക്. ഫ്രാങ്ക് വാസ് എ സെയിലർ. ഈവ്ലിൻസ് ഫാദർ കൺസിഡേർഡ് സെയിലേഴ്സ് ആസ് അൺറിലയബിൾ പീപ്പിൾ വെൻ ഇറ്റ് കംസ് ടു ലവ്. ഹി സേസ് pejoratively, I know these sailor chaps. ഈവ്ലിനും ഫ്രാങ്കുമായുള്ള ചെങ്ങാത്തത്തിന് അവളുടെ പിതാവ് എതിരായിരുന്നു. അയാളുടെ അഭിപ്രായത്തിൽ നാവികർ സ്നേഹത്തിൽ വിശ്വാസയോഗ്യരല്ല. അയാൾ പറയുന്നുണ്ട് എനിക്ക് ഈ നാവികരെ നന്നായി അറിയാം എന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് മേഡ് ഈവ്ലിൻ തിങ്ക് ദാറ്റ് ഹെർ ഫാദർ വാസ് എ നൈസ് മാൻ? തൻ്റെ പിതാവ് ചിലപ്പോഴൊക്കെ ഒരു നല്ല മനുഷ്യനാണ് എന്ന് ഈവ്ലിൻ വിചാരിക്കാൻ കാരണമെന്താണ്? One day she was sick and then her father read out a ghost story to entertain her. He also made toast for her at the fire. She also remembered how in the past when her mother was alive, they went for a picnic and her father put on her mother's bonnet to make the children laugh. All these instances made Evelyn think that her father was a nice man. ഒരു ദിവസം അവൾക്ക് അസുഖമായിരുന്നപ്പോൾ ഒരു ഭൂതത്തിൻ്റെ കഥ
വായിച്ച് കേൾപ്പിച്ച് അവളെ രസിപ്പിക്കുകയും അവൾക്ക് ടോസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. അവർ കുട്ടികളായിരുന്നപ്പോൾ വിനോദയാത്രക്ക് പോയപ്പോൾ അമ്മയുടെ ബോണറ്റ് ധരിച്ച് അയാൾ അവരെ ചിരിപ്പിക്കുമായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് റിമൈൻഡഡ് ഈവ്ലിൻ ഓഫ് ഹെർ പ്രോമിസ് ടു ഹെർ മദർ ആൻഡ് വാട്ട് വാസ് ദി പ്രോമിസ്? അമ്മയോടുള്ള വാഗ്ദാനത്തെക്കുറിച്ച് ഈവ്ലിനെ എന്താണ് ഓർമ്മിപ്പിച്ചത്? എന്താണ് വാഗ്ദാനം? ദി സ്ട്രീറ്റ് ഓർഗൻ playing reminded Eveline of her promise to her mother. The promise was that she would keep the home together as long as she could. വഴിയിൽ ആരോ ഓർഗൻ വായിക്കുന്നത് കേട്ടപ്പോൾ തന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് അവൾ ഓർത്തു. തന്നെക്കൊണ്ട് പറ്റുന്നിടത്തോളം കാലം വീട് നോക്കിക്കൊള്ളാം എന്നായിരുന്നു ആ വാഗ്ദാനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ഈവ്ലിൻസ് എക്സ്പെക്ടേഷൻസ് അബൌട്ട് ഫ്രാങ്ക്? ഫ്രാങ്കിനെ പറ്റി ഈവ്ലിന്റെ പ്രതീക്ഷകൾ എന്തൊക്കെയായിരുന്നു? Frank would save her from her present burdensome existence. He would give her life and also love. He would take her in his arms and fold her in his arms. ഫ്രാങ്ക് അവളെ അവളുടെ ഇന്നത്തെ ദുരവസ്ഥയിൽ നിന്നും രക്ഷിക്കും. അയാൾ അവൾക്ക് ജീവനും സ്നേഹവും കൊടുക്കും. അയാൾ അവളെ കെട്ടിപ്പിടിക്കും, സന്തോഷവതിയാക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Her distress awoke a nausea in her body and she kept moving her lips in silent fervent prayer. Why was Eveline in distress? അവളുടെ പ്രയാസം ശരീരത്തിൽ ഒരു മനംവിരട്ടൽ പോലെ തോന്നിച്ചു. നിശബ്ദ പ്രാർത്ഥനയിൽ അവളുടെ ചുണ്ടുകൾ ചലിച്ചുകൊണ്ടിരുന്നു. എന്തായിരുന്നു ഈവ്ലിന്റെ പ്രയാസം? Eveline was in distress because she had decided to go with Frank. The passage has been booked and she is in the port to board the boat that would take them to Buenos Aires. But as she was moving towards the boat, she thought of her old father alone at home and the promise she had given to her dead mother about keeping the home together. She was in distress because of this memory. ഫ്രാങ്കിന്റെ കൂടെ ബ്യൂണോസ് അയർസിലേക്ക് പോകാൻ ഈവ്ലിൻ തീരുമാനിച്ചിരുന്നു. കപ്പലിൽ കയറാൻ അവൾ തുറമുഖത്തെത്തുന്നു. കപ്പലിലേക്ക് കയറുന്നതിന് തൊട്ടുമുമ്പ് അവൾക്ക് വീണ്ടും വിചാരമുണ്ടാകുന്നു. വീട്ടിൽ ഒറ്റക്കാകുന്ന തന്റെ പ്രായമായ പിതാവിനെയും അവൾ അമ്മക്ക് കൊടുത്ത വാഗ്ദാനവും അവൾ ഓർക്കുന്നു. ഈ ഓർമ്മകളാണ് അവളെ വിഷമിപ്പിച്ചത്. ഫ്രാങ്കിന്റെ കൂടെ പോകണോ വീട്ടിലേക്ക് തിരിച്ചു പോകണോ എന്ന വിഷമസന്ധിയിലായിരുന്നു അവൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈ ഇൻ യുവർ ഒപ്പീനിയൻ ഡിഡ് ഈവ്ലിൻ റെഫ്യൂസ് ടു ഗോ വിത്ത് ഫ്രാങ്ക് ടു ബ്യൂണോസ് അയേഴ്സ്? എന്തുകൊണ്ടാണ് ഈവ്ലിൻ ഫ്രാങ്കിന്റെ കൂടെ ബ്യൂണോസ് അയേഴ്സിലേക്ക് പോകാതിരുന്നത്? Eveline refused to go with Frank to Buenos Aires because she thought of the promise she had given to her dead mother. She had promised to keep the home together as long as she could. Her father is very old now, and leaving him alone would be breaking the promise given to her mother. തന്റെ മരിച്ചുപോയ അമ്മയ്ക്ക് കൊടുത്തിരുന്ന വാക്ക് അവൾ ഓർത്തു. തന്നെക്കൊണ്ട് പറ്റുന്നിടത്തോളം വീട് നോക്കിക്കൊള്ളാമെന്നാണ് അവൾ വാക്കുകൊടുത്തത്. അവളുടെ പിതാവിന് പ്രായമായി. അദ്ദേഹത്തെ ഒറ്റക്കാക്കി പോകുന്നത് വാഗ്ദാന ലംഘനമായിരിക്കും. The last question. Do you think Eveline was really in love with Frank before she decided against leaving Ireland? Why? അയർലാൻഡ് വിട്ടുപോകാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് ശരിക്കും ഈവ്ലിൻ ഫ്രാങ്കുമായി പ്രണയത്തിലായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? I don't think Eveline was really in love with Frank. As a young girl, she was happy to have his company and she enjoyed the attention she got from him. It was a welcome change for her from the hard life at home, but the promise she had given her dead mother outweighs her love for Frank. ഈവ്ലിന് ഫ്രാങ്കിനോട് യഥാർത്ഥ പ്രണയം ഉണ്ടായിരുന്നില്ല. ഒരു ചെറുപ്പക്കാരി എന്ന നിലയിൽ അവൾക്ക് കിട്ടുന്ന സ്നേഹത്തിലും അയാളുടെ സാമീപ്യത്തിലും അവൾ ആശ്വാസം കണ്ടെത്തിയിരുന്നു എന്നത് സത്യമാണ്. അവൾക്ക് അതൊരു മാറ്റമായിരുന്നു. പക്ഷേ അവൾ അവളുടെ അമ്മക്ക് കൊടുത്ത വാക്കിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്.